എല്ലാവർക്കും നമസ്കാരം. അപ്പോൾ നമ്മുടെ ഈ വീഡിയോയുടെ ചർച്ചാ വിഷയം എന്നുള്ളത് കാൽപാദങ്ങളിൽ നീര് കാണുമ്പോൾ ശ്രദ്ധിക്കേണ്ട എന്നതിനെ കുറിച്ചാണ്. അപ്പോൾ ആദ്യമായി നോക്കേണ്ടത് വൃക്ക രോഗം ഉണ്ടോ എന്ന് അറിയാനായിട്ട് വൃക്കയുടെ പരിശോധന ചെയ്യണം. ബ്ലഡിലെ ക്രിയാറ്റിനും മൂത്രത്തിൽ പതയുണ്ടോ എന്ന് നോക്കുന്ന യൂറിൻ ആൽബുമിൻ ക്രിയാറ്റിൻ റേഷ്യോ തീർച്ചയായിട്ടും ചെയ്തിരിക്കേണ്ടതാണ്. പിന്നെ കരൾ രോഗമുണ്ടോ എന്ന് അറിയാനായിട്ട് ലിവർ ഫംഗ്ഷൻ ടെസ്റ്റും കരളിൻ്റെ സ്കാനിങ്ങും തീർച്ചയായിട്ടും ഉപകാരപ്രദമാവും. പിന്നെ ഹാർട്ടിൻ്റെ പമ്മിങ് കുറയുമ്പോഴും കാലിൽ നീര് വരാം. അപ്പോൾ ഹാർട്ട് ഫെയിലിയർ എന്നാണ് പറയുന്നത്. അപ്പോൾ അതിന് എക്കോ സ്കാൻ, ECG പരിശോധനകൾ തീർച്ചയായിട്ടും ചെയ്യേണ്ടതാണ്. ഇതുകൂടാതെ വേറെ ചില കാര്യങ്ങൾ കൊണ്ട് നീര് വരാം. അതായത് ഒന്ന് പ്രമേഹത്തിൻ്റെ ചില മരുന്നുകൾ കൊണ്ട് വരാം. ഇൻസുലിൻ എടുക്കുന്നവർക്ക് ചെറിയ നീര് വരാം. പിന്നെ പയോഗ്ലൈറ്റസോൺ എന്ന മരുന്ന് കഴിക്കുന്നവർക്കും നീര് വരാം. പിന്നെ BP മരുന്നായ അമലോഡിപ്പിൻ, സിൽനിഡിപ്പിൻ എന്ന് പറഞ്ഞ മരുന്ന് കഴിക്കുന്നവർക്കും ചിലപ്പോൾ കാലിൽ നീര് കാണാറുണ്ട്. ഇതുകൂടാതെ നമ്മുടെ സ്റ്റിറോയിഡ് രോഗത്തിന്, അതായത് സ്റ്റിറോയിഡ് മരുന്നുകൾ ചില രോഗത്തിന് വേണ്ടി എടുക്കുന്നവരുണ്ടെങ്കിലും അതിലും കാലിൽ നീര് വരാം. പിന്നെ ഹോർമോൺ സംബന്ധമായ പ്രശ്നങ്ങൾ നോക്കാൻ പ്രധാനപ്പെട്ടത് ഹൈപ്പോതൈറോയിഡിസം, തൈറോയ്ഡ് ഹോർമോൺ കുറഞ്ഞു പോകുന്ന അവസ്ഥയിൽ കാലുകളിൽ നീര് വരാം. പിന്നെ ഇതുകൂടാതെ നമുക്ക് നോക്കുകയാണെന്നുണ്ടെങ്കിൽ വേരിക്കോസ് വെയിൻസ്, കാലിൽ വെയിൻസ് തടിച്ചു വരുന്ന, ഞരമ്പ് തടിച്ചു കിടക്കുന്ന അവസ്ഥയിലും തീർച്ചയായിട്ടും അത് കാലിൽ നീര് വരാം. പിന്നെ നമുക്ക് ഇൻഫെക്ഷൻസിൻ്റെ ഭാഗമായിട്ട് വരാം. ചില ഇൻഫെക്ഷനിലേക്ക് നമുക്ക് മന്ത് രോഗം എല്ലാം കേട്ടിട്ടുള്ളതാണ്. അപ്പോൾ അതൊക്കെ പലപ്പോഴും ഒരു കാലിലായിരിക്കും കൂടുതലും കണ്ടുവരുന്നത്. പിന്നെ നമ്മുടെ കാൽ പാദത്തിൽ സെല്ലുലൈറ്റിസ് എന്ന് പറഞ്ഞ ഇൻഫെക്ഷൻ വന്നു കഴിഞ്ഞാലും നീര് വരാം. പിന്നെ ഏറ്റവും കൂടുതലായിട്ട് നമ്മൾ കോമൺ ആയിട്ട് കാണുന്നത് ഓൾഡ് ഏജ്, അതായത് പ്രായമായവരിലൊരു കാലിൽ പാദങ്ങളിൽ നീര് കാണാറുണ്ട്. ഇത് രോഗമൊന്നും ഇല്ലാതെ തന്നെ അത് നമുക്ക് തൂക്കിയിട്ട് കഴിയുമ്പോഴത്തേക്കും നീരുള്ളതും കാൽ പൊക്കി വെച്ച് കഴിയുമ്പോഴത്തേക്കും നീര് ഇല്ലാതെ മാറുന്നതായിട്ടും കാണാറുണ്ട്. അപ്പോൾ അത് പേടിക്കേണ്ട ഒരു അവസ്ഥയുമല്ല. അപ്പോൾ പിന്നെ ചില ക്യാൻസറിൻ്റെ ഭാഗമായിട്ടും ചിലപ്പോൾ നീര് കണ്ടു എന്ന് വരാം. അപ്പോൾ നിങ്ങളുടെ ഡോക്ടറുമായിട്ട് നിങ്ങളുടെ ഈ പ്രശ്നങ്ങൾ എന്താണെന്നുള്ളത് ഡിസ്കസ് ചെയ്ത് അതിനുവേണ്ടിയ പരിശോധനകൾ ചെയ്ത് അതിനുള്ള പരിഹാര മാർഗ്ഗങ്ങൾ സ്വീകരിച്ചു കഴിഞ്ഞാൽ നീരിൻ്റെ ഒരു പരിഹാരമാവുകയും ചെയ്യും. ഇത്രയും പറഞ്ഞു നിർത്തുന്നു. നന്ദി, നമസ്കാരം.